ഓം ശാന്തി 28-3-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇത് മംഗളകാരിയായ പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ പഴയ ലോകം മാറി പുതിയതാകുന്നു. ഈ യുഗത്തെ നിങ്ങൾ മറന്നു പോകരുത്. ചോദ്യം: തനിക്ക് സമാനമായി മാറുന്നതിനായി ബാബ ചെറുതും വലുതുമായ മുഴുവൻ കുട്ടികൾക്കും സ്നേഹത്തോടെ ഒരു ശിക്ഷണം നൽകുന്നു. അത് എന്താണ്? ഉത്തരം: മധുരമായ കുട്ടികളെ, ഇനി തെറ്റ് ചെയ്യരുത്. ഇവിടേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് നരനിൽ നിന്നും നാരായണനായി മാറുന്നതിനായാണ്. അതിനാൽ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ആർക്കും ദുഃഖം നൽകരുത്. തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അതും ദുഃഖം നൽകലാണ്. അച്ഛൻ ഒരിക്കലും കുട്ടികൾക്ക് ദുഃഖം നൽകുന്നില്ല. ബാബ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുകയാണ്: കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. യോഗിയായി മാറുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. നിങ്ങൾ വളരെ മധുരമായി മാറും. ഓം ശാന്തി. ഏത് കുട്ടികളാണോ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമപിത പരമാത്മാവുമായി യോഗം വെക്കുന്നത്, അവരെയാണ് സത്യമായ യോഗി എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ബാബ സത്യമല്ലേ. അതിനാൽ നിങ്ങളുടെ ബുദ്ധിയോഗം സത്യവുമായാണ്. ബാബ എന്തെല്ലാം കേൾപ്പിക്കുന്നുണ്ടോ അതെല്ലാം സത്യം തന്നെയാണ്. യോഗി, ഭോഗി എന്നിങ്ങനെ രണ്ട് പ്രകാരത്തിലുള്ള ആളുകളുണ്ട്. നിങ്ങളുടെ യോഗം ഒരേ ഒരു പ്രകാരത്തിലുള്ളതാണ്. അവരുടെ സന്യാസം വേറെയാണ്, നിങ്ങളുടെ സന്യാസം വേറെയാണ്. നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലെ യോഗികളാണ്. നമ്മൾ പാവനമായ യോഗികളാണോ അതോ പതീത ഭോഗികളാണോ എന്ന കാര്യം ആർക്കും അറിയുകയില്ല. ഇതും നിങ്ങൾ കുട്ടികൾക്കേ അറിയൂ. ബാബയാണെങ്കിൽ എല്ലാവരെയും കുട്ടി കുട്ടി എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ബാബയ്ക്കറിയാം, ഞാൻ പരിധിയില്ലാത്ത ആത്മാക്കളുടെ പിതാവാണ്. മാത്രമല്ല, നിങ്ങളും ഇത് മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. ബാബ നമ്മുടെ അച്ഛനാണ്. നിങ്ങൾ ബാബയുമായി യോഗം വെക്കുന്നതിലൂടെ പവിത്രമായി മാറുന്നു. അവർ ഭോഗികളാണ്, നിങ്ങൾ യോഗികളും. ബാബ തന്റെ പരിചയം നിങ്ങൾക്ക് നൽകുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ് എന്നതും നിങ്ങൾക്കറിയാം. ഇത് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇതിന്റെ പേര് പുരുഷോത്തമ സംഗമയുഗം എന്നതാണ്. അതിനാൽ പുരുഷോത്തമം എന്ന പദത്തെ ഒരിക്കലും മറക്കരുത്. ഇത് പുരുഷോത്തമനായി മാറുന്നതിനുള്ള യുഗമാണ്. ശ്രേഷ്ഠവും പവിത്രവുമായ മനുഷ്യരെയാണ് പുരുഷോത്തമർ എന്ന് പറയുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാർ ശ്രേഷ്ഠവും പവിത്രവുമായിരുന്നു. നിങ്ങൾക്കിപ്പോൾ സമയത്തെക്കുറിച്ച് മനസ്സിലായി. 5000 വർഷങ്ങൾക്ക് ശേഷം ഈ ലോകം പഴയതാകുന്നു. വീണ്ടും ഇതിനെ പുതിയതാക്കുവാൻ വേണ്ടി ബാബ വരുന്നു. ഇപ്പോൾ നമ്മൾ സംഗമയുഗി ബ്രാഹ്മണ കുലത്തിലേതാണ്. ഉയർന്നതിലും ഉയർന്നതാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ ശരീരധാരിയായിയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ശിവബാബ അശരീരിയാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, അശരീരിയുടെയും ശരീരധാരിയുടെയും മിലനം ഉണ്ടാകുന്നു. ബ്രഹ്മാവിനെ നിങ്ങൾ ബാബ എന്നാണ് വിളിക്കുന്നത്. ഇത് അത്ഭുതകരമായ പാർട്ടല്ലേ. ബ്രഹ്മബാബയ്ക്ക് മഹിമയുമുണ്ട്, ക്ഷേത്രങ്ങളുമുണ്ട്. ഏതെല്ലാം രീതികളിലാണ് ആളുകൾ രഥത്തെ അലങ്കരിക്കുന്നത്. ഇതും ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിന്റെയും അന്തിമ സമയത്താണ് ഞാൻ വന്ന് പ്രവേശിക്കുന്നത്. എത്ര വ്യക്തമായാണ് മനസ്സിലാക്കി തരുന്നത്. ഏറ്റവും ആദ്യം ഭഗവാന്റെ വാക്കുകളാണിത്
എന്ന് പറയേണ്ടി വരും. പിന്നീട് ഞാൻ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ മുഴുവൻ രഹസ്യങ്ങളും കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ബാക്കി ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികളും ചിലപ്പോഴൊക്കെ മറന്നുപോകുന്നു. പുരുഷോത്തമം എന്ന പദം എഴുതുന്നതിലൂടെ മനസ്സിലാക്കും, ഈ പുരുഷോത്തമ യുഗം തന്നെയാണ് മംഗളകാരി യുഗം. അഥവാ യുഗത്തെ ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാക്കും, ഇപ്പോൾ നമ്മൾ പുതിയ ലോകത്തിലേക്കായി പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകത്തിൽ ദേവതകളാണ് ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ യുഗങ്ങളുടെ അറിവും ലഭിച്ചു. ബാബ മനസ്സിലാക്കി തരികയാണ്, മധുരമായ കുട്ടികളെ, സംഗമയുഗത്തെ ഒരിക്കലും മറക്കരുത്. ഇത് മറക്കുന്നതിലൂടെ മുഴുവൻ ജ്ഞാനവും മറന്നുപോകും. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഴയ ലോകവും മാറി പുതിയതാകണം. ബാബ വന്ന് ലോകത്തെ മാറ്റുന്നു, ഒപ്പം കുട്ടികളെയും പരിവർത്തനപ്പെടുത്തുന്നു. കുട്ടികളെ കുട്ടികളെ എന്ന് എല്ലാവരെയും വിളിക്കുന്നു. മുഴുവൻ ലോകത്തിലുമുള്ള സർവാത്മാക്കളും കുട്ടികളാണ്. എല്ലാവരുടെയും പാർട്ട് ഈ ഡ്രാമയിലുണ്ട്. ചക്രത്തെയും തെളിയിച്ചു കൊടുക്കണം. ഓരോരുത്തരും അവരവരുടെ ധർമ്മത്തിന്റെ സ്ഥാപന നടത്തുന്നു. ഈ ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യാൻ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഈ ധർമ്മത്തിന്റെ സ്ഥാപന ബ്രഹ്മാവല്ല ചെയ്യുന്നത്. പുതിയ ലോകത്തിൽ ദേവീ ദേവതാ ധർമ്മമാണ് ഉള്ളത്. പഴയ ലോകത്തിൽ മുഴുവൻ മനുഷ്യരാണ്. പുതിയ ലോകത്തിൽ ദേവീ ദേവതകളാണ് ഉണ്ടാവുക. ദേവതകൾ പവിത്രമാണ്. അവിടെ രാവണ രാജ്യമില്ല. ബാബ നിങ്ങൾ കുട്ടികൾക്ക് രാവണനിൽ നിന്ന് വിജയം നേടിത്തരികയാണ്. രാവണനുമേൽ വിജയം നേടിയാലുടൻ രാമരാജ്യം ആരംഭിക്കും. രാമരാജ്യമെന്ന് പുതിയ ലോകത്തെയും രാവണ രാജ്യമെന്ന് പഴയ ലോകത്തെയുമാണ് പറയുന്നത്. രാമരാജ്യം എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത്? ഇത് നിങ്ങൾ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. രചയിതാവായ ബാബയിരുന്ന് നിങ്ങൾ കുട്ടികൾക്ക് രചനയുടെ രഹസ്യം മനസ്സിലാക്കി തരികയാണ്. ബാബയാണ് രചയിതാവ്, ബീജരൂപൻ. ബീജത്തെ വൃക്ഷപതി എന്നാണ് പറയാറ്. സാധാരണ ബീജം ജഡമാണ്, അതിനെ ഇങ്ങനെ പറയില്ല. നിങ്ങൾക്കറിയാം, ബീജത്തിൽ നിന്നാണ് മുഴുവൻ വൃക്ഷവും പുറത്തു വരുന്നത്. മുഴുവൻ വിശ്വവും എത്ര വലിയ വൃക്ഷമാണ്. അത് ജഡമാണ്, എന്നാൽ ഇത് ചൈതന്യമാണ്. സത്ത് ചിത്ത് ആനന്ദ സ്വരൂപം മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപം ബാബയാണ്. ബാബയിൽ നിന്ന് എത്ര വലിയ വൃക്ഷമാണ് വളർന്നു വരുന്നത്. മോഡലായി ചെറിയ രൂപം ഉണ്ടാക്കിയിരിക്കുന്നു. മനുഷ്യ സൃഷ്ടിയുടെ വൃക്ഷം ഏറ്റവും വലുതാണ്. ഉയർന്നതിലും ഉയർന്ന ബാബ ജ്ഞാനസാഗരനാണ്. മറ്റു വൃക്ഷങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം വളരെ അധികം ആളുകളിലുണ്ട്. എന്നാൽ ഈ വൃക്ഷത്തിന്റെ ജ്ഞാനം ഒരേ ഒരു ബാബയാണ് നൽകുന്നത്. ഇപ്പോൾ ബാബ നിങ്ങളുടെ പരിധിയുള്ള ബുദ്ധിയെ മാറ്റി പരിധിയില്ലാത്ത ബുദ്ധി നൽകി. നിങ്ങൾ ഈ പരിധിയില്ലാത്ത വൃക്ഷത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഈ വൃക്ഷത്തിന് എത്ര വലിയ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ബാബ കുട്ടികളെ പരിധിയില്ലാത്തതിലേക്ക് നയിക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ ലോകവും പതീതമാണ്. മുഴുവൻ സൃഷ്ടിയും ഹിംസകരാണ്. പരസ്പരം ഹിംസിക്കുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചു. സത്യുഗത്തിലെ ദേവീ ദേവതകൾ മാത്രമാണ് അഹിംസകർ. സത്യുഗത്തിൽ എല്ലാവരും പവിത്രത, സുഖശാന്തിയിൽ ആയിരിക്കും. മുഴുവൻ മനോകാമനകളും 21 ജന്മങ്ങളിലേക്ക് പൂർത്തിയാകുന്നു. സത്യുഗത്തിൽ ഒരു കാമനയും ഉണ്ടാകില്ല. ധാന്യങ്ങളെല്ലാം അളവില്ലാത്തത് ലഭിക്കും. ഈ ബോംബെ മുമ്പ് ഉണ്ടായിരുന്നില്ല. ദേവതകൾ
ഉപ്പുരസമുള്ള സമുദ്രജലത്തിന് സമീപത്തുള്ള മണ്ണിലല്ല വസിക്കുന്നത്. മാധുര്യമുള്ള നദികൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെയാണ് ദേവതകൾ വസിച്ചിരുന്നത്. കുറച്ചു മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഒരാൾക്ക് തന്നെ അളവില്ലാത്തത്ര ഭൂമി ഉണ്ടായിരുന്നു. സത്യയുഗത്തിൽ തന്നെയാണ് നിർവികാരി ലോകം. നിങ്ങൾ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ രാജ്യപദവി നേടുന്നു. അതിനെ തന്നെയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. ആദ്യമാദ്യം പുതിയ വൃക്ഷം വളരെ ചെറുതായിരിക്കും. മുമ്പ് തായ്തടിയായി ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് തായ്തടിയിൽ നിന്ന് 3 പുറത്തുവരുന്നു. ഇങ്ങനെയുള്ള തായ്തടിയാണ് ദേവീ ദേവതാ ധർമ്മം. പിന്നീട് അതിൽ നിന്ന് ചെറിയ ചെറിയ ശാഖകളും ചില്ലകളും ഉണ്ടാകുന്നു. ഇപ്പോൾ വൃക്ഷത്തിന്റെ തായ്തടി മാത്രമില്ല. ഇതിനുദാഹരണമായി ആൽവൃക്ഷം കൃത്യമാണ്. പേരാലിന്റെ മുഴുവൻ വൃക്ഷവും ഉണ്ടായിരിക്കും. എന്നാൽ അതിന്റെ തായ്തടി ഇല്ല, ഉണങ്ങിയിട്ടുമില്ല. മുഴുവൻ വൃക്ഷവും പച്ചപ്പോടെ നിൽക്കുന്നുണ്ട്. അതുപോലെ ദേവീ ദേവതാ ധർമ്മമാകുന്ന തായ്തടി മാത്രമില്ല. അടിത്തറ ഇതാണല്ലോ. രാമരാജ്യം അല്ലെങ്കിൽ ദേവീ ദേവതാ ധർമ്മം തായ്തടിയായാണ് വരുന്നത്. ബാബ പറയുന്നു, ഞാൻ 3 ധർമ്മങ്ങളുടെ സ്ഥാപനയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണർ മാത്രമാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ബ്രാഹ്മണരുടേത് ചെറിയ കുലമാണ്. ചെറിയ ചെറിയ മഠങ്ങളും വഴികളും ഉണ്ടാവാറില്ലേ? അരവിന്ദാശ്രമമുണ്ട്. എത്ര പെട്ടെന്നാണ് അവിടെ വൃദ്ധി ഉണ്ടാകുന്നത്. കാരണം അവിടെ വികാരത്തിന് ഒരു തടസ്സവുമില്ല. ഇവിടെ ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. അതിനുമേൽ വിജയം നേടണം. ഇങ്ങനെ മറ്റാർക്കും പറയാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ അവരുടെ മുന്നിലും ബഹളമായിരിക്കും. ഇവിടെയുള്ളത് മുഴുവൻ പതീത മനുഷ്യരാണ്. അതിനാൽ പാവനമായി മാറുന്നതിനുള്ള കാര്യം കേൾക്കുന്നതേയില്ല. വികാരമില്ലാതെ കുട്ടികൾ എങ്ങനെ ജനിക്കും എന്ന് ചോദിക്കുന്നു. ആ പാവങ്ങളിലും ദോഷമില്ല. ഗീത പഠിപ്പിക്കുന്നവരും പറയുന്നുണ്ട്, ഭഗവാനുവാച കാമം മഹാശത്രുവാണ്. അതിനെ ജയിക്കുന്നതിലൂടെ ജഗത് ജീത്ത് ആകാം. പക്ഷേ മനസ്സിലാക്കുന്നില്ല. അവർ ഈ കാര്യങ്ങൾ കേൾപ്പിക്കുമ്പോൾ ഇതവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇതിനെക്കുറിച്ച് ബാബ പറയുന്നു, എങ്ങനെയാണോ ഹനുമാൻ വാതിൽക്കൽ ചെരുപ്പിന്മേലെ ഇരിക്കുന്നു എന്ന് പറയുന്നത്, അതുപോലെ ബാബയും പറയുന്നു, ചെന്ന് അരികിൽ ഇരുന്നിട്ട് കേട്ടിട്ട് വരൂ. എന്നിട്ട് എപ്പോഴാണോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ചോദിക്കൂ, ഇതിന്റെ രഹസ്യം എന്താണ്? ജഗത് ജീത്തായിരുന്നത് ഈ ദേവതകളാണ്. ദേവതകളായി മാറാൻ ഈ വികാരങ്ങളെ ഉപേക്ഷിക്കേണ്ടതായി വരും. ഇതും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ രാമരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ തന്നെയാണ് മഹാവീരന്മാർ. ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. വളരെ സ്നേഹത്തോടെ ചോദിക്കണം, സ്വാമി അങ്ങ് പറഞ്ഞു ഈ വികാരങ്ങളുടെ മേൽ വിജയം നേടുകയാണെങ്കിൽ വിശ്വത്തെ ജയിച്ചവരായി മാറുമെന്ന്. പക്ഷെ എങ്ങനെ പവിത്രമായി മാറാം എന്നത് അങ്ങ് പറഞ്ഞു തന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പവിത്രമായിരിക്കുന്ന മഹാവീരന്മാരാണ്. മഹാവീരന്മാരാണ് വിജയമാലയിൽ കോർക്കപ്പെടുന്നത്. മനുഷ്യരുടെ കാതുകൾ തെറ്റായ കാര്യങ്ങൾ കേട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ മോശമായ കാര്യങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ല. ശരിയായ കാര്യങ്ങളാണ് നിങ്ങളുടെ കാതുകൾക്ക് നല്ലതായി തോന്നുന്നത്. മോശമായത് കേൾക്കരുത്. മനുഷ്യരെ തീർച്ചയായും ഉണർത്തണം. ഭഗവാൻ പറയുന്നു, പവിത്രമായി മാറൂ. സത്യയുഗത്തിൽ എല്ലാവരും പവിത്ര ദേവതകളായിരുന്നു. ഇപ്പോൾ എല്ലാവരും അപവിത്രമാണ്. ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം.
പറയൂ, ഞങ്ങളും സത്സംഗം വയ്ക്കാറുണ്ട്, അതിൽ കാമം മഹാശത്രുവാണ് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ പവിത്രമായി മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു യുക്തിയിലൂടെ ആയി മാറൂ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. പരസ്പരം സഹോദരങ്ങളാണ് എന്ന ദൃഷ്ടി ഉറപ്പിക്കൂ. നിങ്ങൾ കുട്ടികൾക്കറിയാം, ആദ്യമാദ്യം ഈ ഭാരതം വളരെ സമ്പന്നമായ ഖണ്ഡമായിരുന്നു. ഇപ്പോൾ കാലിയായതിനാൽ ഹിന്ദുസ്ഥാൻ എന്ന പേര് വെച്ചു. മുൻപ് ഭാരതം ധനം, സമ്പത്ത്, സുഖം, ശാന്തി, പവിത്രത എല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നു. ഇപ്പോൾ ദുഃഖത്താൽ സമ്പന്നമാണ്. അല്ലയോ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനെ എന്ന് നിങ്ങൾ വിളിച്ചിരുന്നു. നിങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് ബാബയിൽ നിന്ന് പഠിക്കുന്നത്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് എടുക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ? ആദ്യമാദ്യം അല്ലാഹുവിനെ മനസ്സിലാക്കണം. അല്ലാഹുവിനെ മനസ്സിലാക്കാതെ മറ്റൊരു രഹസ്യവും ബുദ്ധിയിൽ വരില്ല. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുകയാണ് എന്ന നിശ്ചയം എപ്പോൾ വരുന്നോ അപ്പോൾ മുന്നോട്ടു പോകും. കുട്ടികൾക്ക് ബാബയോട് ഒരു ചോദ്യവും ചോദിക്കേണ്ട ആവശ്യമില്ല. പതിത പാവനനായ ബാബയെ തന്നെയാണ് നിങ്ങൾ ഓർമ്മിക്കുന്നത്. നിങ്ങൾ ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് പാവനമായി മാറുന്നത്. എന്നെ വിളിച്ചത് തന്നെ ഇതിനു വേണ്ടിയാണ്. ജീവൻ മുക്തി സെക്കൻഡിന്റെ കാര്യമാണ്. എന്നിട്ടും ഓർമ്മയുടെ യാത്രയിൽ സമയമെടുക്കുന്നു. മുഖ്യമായി ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ് വിഘ്നങ്ങൾ ഉണ്ടാകുന്നത്. പകുതി കൽപ്പം ദേഹാഭിമാനത്തിലാണ് ജീവിച്ചത്. ഇപ്പോൾ ഒരു ജന്മത്തിൽ ദേഹി അഭിമാനി ആകുന്നതിലാണ് പരിശ്രമം. ബ്രഹ്മബാബയ്ക്ക് ഇത് സഹജമാണ്. നിങ്ങൾ വിളിക്കുന്നത് തന്നെ ബാബ് ദാദ എന്നാണ്. ബ്രഹ്മബാബയും മനസ്സിലാക്കുന്നുണ്ട്, ബാബ സവാരി ചെയ്യുന്നത് തന്റെ ശിരസിലിരുന്നാണ്. ബാബയുടെ വളരെയധികം മഹിമ ചെയ്യുന്നു, വളരെയധികം സ്നേഹിക്കുന്നു. ബാബ അങ്ങ് എത്ര മധുരമാണ്. ഞങ്ങളെ കൽപ്പകൽപ്പം എത്രമാത്രം പഠിപ്പിക്കുന്നു. പിന്നീട് പകുതി കൽപ്പം ഞങ്ങൾ അങ്ങേ ഓർമ്മിക്കുന്നതേയില്ല. ഇപ്പോഴാണെങ്കിൽ വളരെയധികം ഓർമ്മിക്കുന്നു. ഇന്നലെ വരെ ഞങ്ങളിൽ ഒരു ജ്ഞാനവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആരെയാണോ പൂജിച്ചുകൊണ്ടിരുന്നത് അവരായി തന്നെ ഞങ്ങൾ മാറും എന്ന് ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. ഇപ്പോൾ അത്ഭുതം തോന്നുന്നു. യോഗിയായി മാറുന്നതിലൂടെ ദേവി ദേവതയായി തീരും. എല്ലാവരും എന്റെ കുട്ടികൾ തന്നെയാണ്. ബാബ വളരെ സ്നേഹത്തോടെ കുട്ടികളെ സംരക്ഷിക്കുന്നു, പാലിക്കുന്നു. ഇവരും തനിക്ക് സമാനം ലക്ഷ്മി നാരായണനായി മാറും എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ ഇവിടേക്ക് വന്നത് തന്നെ അതിനു വേണ്ടിയാണ്. എത്ര മനസ്സിലാക്കി തരുന്നു കുട്ടികളെ. ബാബയെ ഓർമ്മിക്കൂ. ദേവീ ഗുണങ്ങൾ ധാരണ ചെയ്യൂ. കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ശ്രദ്ധ വയ്ക്കൂ. ഇനിയും സമയം ബാക്കിയുണ്ട് എന്ന് കരുതുന്നത് കൊണ്ടാണ് ചെയ്യാത്തത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ കുട്ടികൾക്കും സ്നേഹത്തോടെ മനസ്സിലാക്കി തരുന്നു. കുട്ടികളെ, തെറ്റ് ചെയ്യരുത്. ആർക്കും ദുഃഖം നൽകരുത്. തെറ്റ് ചെയ്യുക എന്നാൽ ദുഃഖം നൽകലാണ്. ബാബ ഒരിക്കലും ദുഃഖം നൽകുന്നില്ല. ബാബ നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. വളരെ മധുരമായി മാറും. ഇങ്ങനെ മധുരമായി മാറണം. ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യണം. പവിത്രമായി മാറൂ. അപവിത്രമായവർക്ക് ഇവിടെ വരാൻ അനുവാദമില്ല. ചിലപ്പോൾ വരുവാൻ അനുവാദം നൽകുന്നു. അതും ഇപ്പോൾ മാത്രമാണ്. എപ്പോൾ വളരെയധികം വൃദ്ധി ഉണ്ടാകുന്നുവോ അപ്പോൾ പറയും, ഇതാണ് പവിത്രതയുടെയും സൈലൻസിന്റെയും ഗോപുരം. ഉയർന്നതിലും ഉയർന്നതല്ലേ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിലിരിക്കുക. ഇതാണ് ഏറ്റവും വലിയ ശക്തി.
അവിടെ വളരെയധികം ശാന്തിയുണ്ടാകും. പകുതി കൽപ്പത്തിലേക്ക് യാതൊരു ലഹളയോ ബഹളമോ ഉണ്ടാകില്ല. ഇവിടെ എത്ര വഴക്കാണ് ഉണ്ടാകുന്നത്? ശാന്തിയുണ്ടാവുക സാധ്യമല്ല. ശാന്തിയുടെ വീട് മൂലവതനമാണ്. പിന്നീട് ശരീരം ധാരണ ചെയ്ത് വിശ്വത്തിൽ പാർട്ട് അഭിനയിക്കാൻ വരുമ്പോൾ ഇവിടെയും ശാന്തി ഉണ്ടാകും. ആത്മാവിന്റെ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. രാവണനാണ് അശാന്തി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ശാന്തിയുടെ ശിക്ഷണം നേടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർ എല്ലാവരെയും അശാന്തരാക്കും. ഈ യോഗബലത്തിലൂടെ നിങ്ങളുടെ മുഴുവൻ അഴുക്കും പുറത്തുപോകുന്നു. ഓർമ്മയിലൂടെ മുഴുവൻ അഴുക്കും ഭസ്മമാകുന്നു. കറ ഇളകുന്നു. ഇന്നലെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, എന്താ അത് നിങ്ങൾ മറന്നുപോയോ എന്ന് ബാബ ചോദിക്കുന്നു. 5000 വർഷങ്ങളുടെ കാര്യമാണ്. അവരാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സത്യത്തിന്റെയും അസത്യത്തിന്റെയും വ്യത്യാസം മനസ്സിലായിട്ടുണ്ട്. സത്യം എന്താണ്, അസത്യം എന്താണ് എന്നത് ബാബ തന്നെയാണ് നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നത്. ജ്ഞാനം എന്താണ്, ഭക്തി എന്താണ്, ഭ്രഷ്ടാചാരമെന്നും ശ്രേഷ്ഠാചാരമെന്നും എന്തിനെയാണ് പറയുന്നത്? ഭ്രഷ്ടാചാരി വികാരത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. അവിടെ വികാരം ഉണ്ടാകില്ല. നിങ്ങൾ സ്വയം പറയുന്നു, ദേവതകൾ സമ്പൂർണ്ണ നിർവികാരികളാണ്. രാവണ രാജ്യം തന്നെ ഇല്ല. ഇത് സഹജമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നീട് എന്ത് ചെയ്യണം? ഒന്നാമത് തീർച്ചയായും ബാബയെ ഓർമ്മിക്കണം. രണ്ടാമത് തീർച്ചയായും പവിത്രമായി മാറണം. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പവിത്രമായി മാറുന്നതിൽ മഹാവീരനാകണം. ഓർമ്മയുടെ യാത്രയിലൂടെ ഉള്ളിലെ അഴുക്കുകളെ ഇല്ലാതാക്കണം. തന്റെ സ്വധർമ്മത്തിൽ ശാന്തിയിൽ സ്ഥിതി ചെയ്യണം. അശാന്തി പരത്തരുത്. 2. ബാബ കേൾപ്പിക്കുന്ന ശരിയായ കാര്യം എന്താണോ അത് മാത്രം കേൾക്കണം. മോശമായത് കേൾക്കരുത്. തെറ്റായ കാര്യങ്ങൾ കേൾക്കരുത്. എല്ലാവരെയും ഉണർത്തൂ. പുരുഷോത്തമ യുഗത്തിൽ പുരുഷോത്തമനാകൂ. ഒപ്പം ആക്കി മാറ്റൂ. വരദാനം: ആത്മീയ ശക്തിയുടെ ആധാരത്തിൽ ശരീരത്തിന്റെ ശക്തിയുടെ അനുഭവം ചെയ്യുന്ന സദാ സ്വസ്ഥരായി ഭവിക്കൂ. ഈ അലൗകിക ജീവിതത്തിൽ ആത്മാവും പ്രകൃതിയും രണ്ടിന്റെയും ആരോഗ്യം ആവശ്യമാണ്. എപ്പോൾ ആത്മാവ് സ്വസ്ഥമാണോ അപ്പോൾ ശരീരത്തിന്റെ കണക്കുകൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ രോഗം ശൂലത്തിൽ നിന്ന് മുള്ളാകുന്നത് കാരണം സ്വസ്ഥിതി കാരണം സ്വസ്ഥമായി അനുഭവം ചെയ്യുന്നു. അവരുടെ മുഖത്തോ ഭാവത്തിലോ രോഗത്തിന്റെ കഷ്ടതയുടെ അടയാളം ഉണ്ടായിരിക്കില്ല. രോഗത്തിന്റെ വർണ്ണനയ്ക്ക് പകരം കർമ്മയോഗത്തിന്റെ സ്ഥിതിയുടെ വർണ്ണന ചെയ്യുന്നു. അവർ പരിവർത്തന ശക്തിയിലൂടെ കഷ്ടതയെ പരിവർത്തനം ചെയ്ത് സന്തുഷ്ടമായി കഴിഞ്ഞ് സന്തുഷ്ടതയുടെ അല പരത്തുന്നു. സ്ലോഗൻ: ഹൃദയത്താൽ ശരീരത്താൽ പരസ്പരം സ്നേഹത്തോടെ സേവനം ചെയ്യൂ. അപ്പോൾ സഫലത നിശ്ചിതമായും ലഭിക്കും. ഓം ശാന്തി.